السلام عليكم ورحمة الله. بسم الله الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وبفائزه برضا الله أما بعد. ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, ഏറ്റവും ഭയങ്കരമായ മറ്റു വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, ജിർഗസ്റ്റിൻ്റെ പ്രൗഢഗംഭീരമായ വേദിയിൽ എനിക്ക് നിങ്ങളുമായി സംവദിക്കാൻ ലഭിച്ച വിഷയം സെക്കുലർ ഓണം, സാംസ്കാരിക അധിനിവേശത്തിൻ്റെ അനന്തരഫലങ്ങൾ. വിഷയത്തെക്കുറിച്ച് നോക്കുമ്പോൾ നാം എവരും നമ്മുടെ ചുറ്റും കാണുന്നത് ഓണം എന്നത് ഒരു കേരളീയൻ്റെ ആഘോഷമാണ്, മതേതര ആഘോഷമാണ് എന്നീ ചിന്തകളിലേക്കാണ് പോകുന്നത്. സെക്കുലർ ഓണത്തിന്റെ വക്താക്കൾ പറയുന്നത് മതേതര ആഘോഷമാണ് ഓണമെന്നും എല്ലാവരും ഒരുമിച്ച് ഐക്യത്തോടെ ആഘോഷിക്കണമെന്നുമാണ്. എന്നാൽ ഇത് തികച്ചും നമ്മുടെ ഹൈന്ദവ സഹോദരർക്ക് എതിരെ വിയോജിപ്പുണ്ടാക്കുകയും അവരുടെ സ്വന്തമായ അവരുടെ ഒരു ആചാരമാണ് ഓണം. യഥാർത്ഥത്തിൽ മഹാബലിയും വാമനനും അടക്കിയ ആചാരമാണ് ഓണം. ഓണത്തിൽ നാം അവരുടെ പൂജയിൽ ഉൾക്കൊള്ളുമ്പോൾ നാം കാണുന്നത് ആ നിലവിളക്കും സന്ധ്യാനാമം എന്ന അവരുടെ പുസ്തകത്തിലൂടെ അവർ പറയുന്നു. എന്താണ് നിലവിളക്ക്? അത് ശിവലിംഗമാണെന്നാണ്. അപ്പോൾ നിലവിളക്കിന് തിരികൊടുക്കുന്ന ഒരു മുസ്ലിം അദ്ദേഹം ശിർക്ക് ചെയ്യുകയല്ലേ? സുഹൃത്തുക്കളെ, നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്, വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ നിലങ്ങളിലേക്കും നമ്മുടെ സാമൂഹിക ചുറ്റുപാടുകളിലേക്കും നമ്മുടെ അറിയാതെ തന്നെ ശിർക്കിന്റെ നൂലുകൾ നമ്മുടെ അകത്തളങ്ങളിലേക്ക് എത്തുകയാണ്. അപ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത് ചില ലിബറൽ വാദികളുടെ നവചിന്തകയും അടിച്ചമർത്തപ്പെടുന്ന ക്യാപിറ്റലിസ്റ്റിന്റെ ഒരു ബിസിനസ് ധാരയിലും നാം ചിന്തിക്കേണ്ടത് നമ്മൾ അതിനൊന്നും അടിമത്തപ്പെടേണ്ടതല്ല. അതായത് നമ്മുടെ പെരുന്നാളിൽ നമ്മുടെ പള്ളിയിൽ നമ്മൾ പെരുന്നാൾ നിസ്കാരത്തിന് ഹൈന്ദവരെ ക്ഷണിക്കുന്നുണ്ടോ? പക്ഷേ അതുപോലെ തന്നെ നാം അവരുടെ പൂജയിൽ പങ്കെടുക്കേണ്ടതില്ല. പക്ഷേ അവരെ നമുക്ക് ക്ഷണിക്കാം, അവരുടെ കല്യാണത്തിന് പോകാം, അവരെ നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിക്കാം. മാത്രമല്ല, അയൽവാസി പട്ടിണി കെടുക്കുമ്പോൾ അവനെ വിശപ്പകറ്റണം. അതാണ് യഥാർത്ഥ മുസ്ലിം. ജാതി നോക്കിയിട്ടല്ല, മതം നോക്കിയിട്ടല്ല, അവന്റെ വിശ്വാസം നോക്കിയിട്ടല്ല. ഒരു യഥാർത്ഥ മുസ്ലിമാകാൻ ഇന്നത്തെ ന്യൂജൻ തലമുറക്ക് നമുക്ക് സാധിക്കണമെന്ന് എങ്ങനെ അതിന് ധാരമായത് മറ്റുള്ളവർ പറഞ്ഞു തരുന്ന അല്ലെങ്കിൽ നവചിന്തയുടെ വക്താക്കൾ പറഞ്ഞു തരുന്ന ചില ലിബറൽ ചിന്തയിൽ നിന്നും നാം അകന്ന് ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ ചിന്ത തന്നെ ആവണം നമ്മുടെ വഴികാട്ടി. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന തൗഹീദിന്റെ നാമത്തിന് എതിര് തന്നെയാണ്. ഞാൻ പറയട്ടെ സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവരും തേക്ക് പിടിക്കുന്നുണ്ടാകും. നിങ്ങളുടെ സ്കൂളിൽ ഓണം ആഘോഷിക്കട്ടെ, നിങ്ങളുടെ ബിസിനസ് ഇടങ്ങളിൽ ഓണം ആഘോഷിക്കട്ടെ. ഇതിന്റെ ഒരു പരിണിത ഫലമായിട്ട് നാം കണക്കാക്കപ്പെടുന്നത് ഇതൊരു മറ്റൊരു ചില കൂട്ടം ആളുകളുടെ മാർക്കറ്റിംഗ് തന്ത്രങ്ങളുടെ പരിണിത ഫലമാണ് ഒരു ലിബറൽ അല്ലെങ്കിൽ സെക്കുലർ ഓണം എന്നത്. സെക്കുലർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മതേതരത്വം എന്നാണ്, മതേതരമാണ്. ഓണം എങ്ങനെ മതേതരമാകും സുഹൃത്തുക്കളെ? ഇതിനെക്കുറിച്ച് യഥാർത്ഥമായി പഠിക്കേണ്ടതുണ്ട്. സാമൂഹ്യ വേദികളിൽ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ചർച്ച ചെയ്യുമ്പോഴേക്കും അവിടെ ചില പ്രശ്നങ്ങൾ സംഭവിക്കാറുണ്ട്. ചിലർ ഓണം കേരളീയന്റെ പ്രധാന ആഘോഷമാണ്, കേരളീയ നിർബന്ധമായും പങ്കെടുക്കണം, നടത്തണം എന്നൊക്കെ പറയുന്ന ഇതിൽ നാം വളരെയധികം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ നവലിബറലുകളുടെ അയിനാട്ടത്തിൽ നിന്നും യഥാർത്ഥ ദീനിനെ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കട്ടെ. ചിലരിവിടെ അഹം ബ്രഹ്മസ്മി എന്നൊക്കെ പറഞ്ഞ് നടക്കാറുണ്ട്. ഞാൻ ദൈവം, നിങ്ങളും ദൈവം. പക്ഷേ എല്ലാ മതവും ശിവശങ്കരന്റെ സർവമത സത്യവാദത്തിൽ നിന്നും നാം എതിര് പോകണം എന്ന് ചിന്തിച്ചു നിങ്ങളുടെ തന്നെ വഴി തുറക്കൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.